സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന തദ്ദേശ സ്ഥാപനമാവുകയാണ് കൊല്ലം കോർപ്പറേഷൻ. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും തരംതിരിക്കാനുമുള്ള ആദ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. കൊല്ലം നഗരത്തിലെ അജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് RRF റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിലൂടെ കൊല്ലം കോർപ്പറേഷൻ. പ്രതിദിനം 50 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇവിടെയുള്ളത്. പരിസ്ഥിതി മലിനീകരണമില്ലാത്ത രീതിയിലാണ് പ്രവർത്തനം. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ വേഗത്തിൽ സംസ്കരിക്കാനാകുമെന്നതാണ് പ്രത്യേകത. ഈ ഹരിതകർമ്മ സേനകൾ എടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ആണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും ഈ ഏജൻസികൾ കൃത്യമായി വന്ന് ഇത് എടുക്കാതെ റോഡരികിലും ഒക്കെ ഇരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഗ്രീൻ വേംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ഗവൺമെൻറ് അംഗീകൃത ഏജൻസിയാണ്, അവരുമായി ചർച്ച ചെയ്യുകയും ടെൻഡർ വിളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ കൊല്ലം കോർപ്പറേഷൻ്റെ കുരിപ്പുഴയിൽ 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം അവർക്ക് കൊടുക്കുകയും അവിടെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഡയറക്റ്റ് എടുക്കുന്ന പ്ലാസ്റ്റിക് ഡയറക്റ്റ് RRFിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പം നടപ്പിലാക്കിയിട്ടുള്ളത്. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനുമുള്ള സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രമാണ് കുരിപ്പുഴയിലേത്. കുരിപ്പുഴയിൽ തന്നെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജൈവമാലിന്യം ബയോഗ്യാസാക്കി മാറ്റുന്ന 90 കോടി രൂപയുടെ പ്ലാന്റും ഉടൻ സാധ്യമാകും. മാലിന്യരഹിത കോർപ്പറേഷനാണ് ലക്ഷ്യമിടുന്നതെന്ന് മേയർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.